क्या हो रहा है? आशा കാട്ടിലൂടെ പോവാണ് ഗൈസ്. ആണ് ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. മാഗി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഹായ് ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് മൈ നീച്ചേഴ്സ് വ്ലോഗ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നൈറ്റ് ക്യാമ്പിംഗ് പോവാണ്. പ്ലേസ് എന്ന് പറയുന്നത് പൈവളിക്കാണ് ഗൈസ്. എൻ്റെ നാട്ടിൽ തന്നെ ഒരു ക്യാമ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എൻ്റെ അനിമറൊക്കെ നേരത്തെ തന്നെ പോയിട്ട് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ കൂടെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം ഗൈസ്. അവിടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ വണ്ടിയാണ് ഗൈസ് അവിടെ നിപ്പിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? കുറേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഗൈസ് ഇപ്പോൾ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇനി അവിടെ പോയിട്ട് കഴിക്കണം. അവിടെ എത്തുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഒരു 10 o'clock 10:30 ആവും തോന്നുന്നുണ്ട്. ഇപ്പോൾ 9:12 ആണ് റൈസ് ടൈം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോവാണ് റൈസ്. നോട്ടാ പിന്നെ നോട്ടാ റൈസ്. എൻ്റെ ഫ്രണ്ട്സ് വന്നു, ഇനി പോവാ. അപ്പു വ്ളോഗ് ഇടുന്നില്ലേ? വ്ളോഗ് ചെയ്യുന്നില്ലേ അപ്പു? അപ്പു ആശ മന്നില്ലേ हमारी ये आशा 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 हरा ഹലോ റൈസ്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, ഇവിടെ റീച്ച് ആയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക്. ഇത് കാണുന്നില്ല. അപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മൾ നൈറ്റ് ഒരു ക്യാമ്പിങ് ചെയ്യും വ്ളോഗ്. ഓ മൈ ഗോഡ്, ഇവരൊട്ടുണ്ട് റൈസ്. ഇവരൊക്കെ എന്തോ കളിക്കുന്നുണ്ട്, നോക്കൂ. എന്തോ വാവച്ച് അപ്പു അപ്പു എന്തോ മൂലത്തുള്ള പിടിച്ചോണ്ട് പോവാണ് റൈസ്. ഇതിൽ അസുട്ടാ നെറ്റ് നീര് പൂർണ്ടിയാ, നെത്തൊലൈത്ത നീര് പൂർണ്ടു. കബഡിയിൽ കളിക്കുന്ന പോലെ ഡു ഓർ ഡൈ റൈഡ്. അതായത് നമ്മളിപ്പോൾ ലൈഫിൽ കളിക്കാൻ പോവാ ഡു ഓർ ഡൈ റൈഡ്. അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല റൈസ്. എന്നാലും നമ്മളിപ്പോൾ ഒരു റിസ്ക് എടുത്തിട്ട് പോവുകയാണ് ഒരു ഹൊറർ പ്ലേസിലേക്കാണ് റൈസ്. നോക്കാം. അവിടെ പന്നി. എടാ എനിക്ക് കൈ വേദനിക്കുന്നതാ. കണക്ക് പിടിച്ചേ. ഇല്ല, ഓർമ്മിച്ച് തന്നെ പോവാ. അപ്പൊ പിടിച്ചേ, താഴെ വെക്കാം, താഴെ വെക്കാം. പിടിച്ചേ. അപ്പുറത്തേക്ക് വെള്ളം പോയി, വെള്ളം പോയി റൈസ്. കുറച്ച് വെള്ളം പോയി. അങ്ങോട്ടല്ല, അങ്ങോട്ടല്ല, മുകളിലേക്ക് വാ റൈസ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഫുള്ള് ട്രാഡാണ്, ഒരു വീടില്ല, ഒരു ഡേഞ്ചർ പ്ലേസുമാണ്. അവിടെ എന്ത് നടന്നാലും ഒരു മനുഷ്യനും അറിയാൻ പോകുന്നില്ല. ഓ, നടന്നിട്ട് കുറച്ച് ടയർഡായി റൈസ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ക്യാമ്പിങ് ചെയ്യുന്ന ടാങ്കി ഇല്ലേ, ഇവിടെ കാണുന്നത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കാണുന്നില്ല. ടാങ്കിൻ്റെ അടുത്ത് തന്നെ ക്യാമ്പിങ് ചെയ്യുക. ഒന്നും സെറ്റാക്കിയിട്ടില്ല. ഞങ്ങൾ മാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ആണ്. അപ്പു അവശിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. അതാണ് ഗൈസ്, ഞങ്ങളിപ്പോൾ ടാങ്കിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുക. ഇവിടെ തന്നെ അടുത്ത് തന്നെ അതിൻ്റെ മുകളിൽ തന്നെ ക്യാമ്പിങ് ചെയ്യുക, ടാങ്കിൻ്റെ മുകളിൽ തന്നെ.
പന്നീൻ്റെ ശല്യമൊക്കെ ഉണ്ട് റൈസ്. അപ്പോൾ നോക്കിയിട്ട് ഇതൊരു ഹൊറർ പ്ലേസ് തന്നെ റൈസ്. ഓ എൻ്റെ അമ്മോ, നിൽക്കടാ, ഞാൻ വരട്ടാ. കാടൊക്കെ ആയിട്ട് ഫുള്ള് ഇവിടെ ആരും വരാത്ത സ്ഥലമാണ് റൈസ്. ഉറുമ്പൊട്ടുണ്ടാ. ഇത് വരുമ്പോ നോട്ടു സെയിം അതേമാതിരത്തെ ഹൊറർ തന്നെ. യെസ്, ഒരു വള്ളി കൊണ്ടുവന്നാ പോരാടുന്നോ? വെള്ളം കോരിയെടുത്താ റൈസ്. അതിനെ നമ്മളിപ്പോൾ ആദ്യം ഒരു സ്റ്റാൻഡ് ഔട്ട് റെഡിയാക്കി. ഇവിടെ ഇട്ടിട്ട് കാണുന്നുണ്ടോ, ഇതൊക്കെ ഹൊറർ പ്ലേസ് തന്നെയാണ്. നമ്മൾക്ക് പേടിയാവുന്ന ഒരു സ്ഥലമാണ് റൈസ്. എന്നിട്ടും നമ്മളിപ്പോൾ റിസ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ടാങ്കിൻ്റെ മുകളിലായതുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. പന്നിയാവട്ടെ പിന്നെ നമ്മുടെ പ്രേതമാവട്ടെ ഒന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല റൈസ്. നോക്കൂ, ഞാൻ ചെറുപരാതി മിണ്ടിട്ടുകൊണ്ടിരിക്കുക. അതെ, എല്ലാരാ നമ്മൾ ഇതിലേക്ക് എനിക്ക് ധൈര്യം തന്നെ ഇപ്പോൾ. അതെ റൈസ്, ഞങ്ങളിപ്പോൾ ഐശ്വര്യമായിട്ട് ടെന്റ് ഇടാൻ പോവാണ്. കാട്ടിലൂടെ പോവാം റൈസ്. അപ്പോ നമ്മൾ കല്ലെടുക്കാൻ പോവാണ് റൈസ്. നമ്മൾ കള്ളൊട്ട് എടുത്തിട്ട് ഒരു ഫുഡൊക്കെ റെഡിയാക്കാൻ പോവാണ്. ഇനി അടുത്ത പ്ലാന് ഏതാ? ഫോടി പഠിച്ച് അപ്പൊ പേടി. അത് മാറാറാ, ഒന്നും വരുന്നില്ല. അതിന് അതന്നെ പേടി. എന്ത് പേടി? നമ്മൾ കല്ല് തേടിക്കൊണ്ടിരിക്കുക റൈസ്. നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഈ അടുത്ത ഫുഡെന്ന് പറയുന്നത് നമുക്ക് മാഗിയാണ് റൈസ്. അടിപൊളി ഒരു ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മാഗി റെഡിയാക്കാൻ പോവാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കല്ലെടുക്കാൻ വന്നിട്ടുണ്ട് റൈസ്. ഞാൻ വരുന്നതാ റൈസ്. അതിനാണ് ഞാനിപ്പോൾ നമ്മൾ ടെൻറ്റ് എടുത്തിട്ട് ഇത് എൻ്റെ ഫസ്റ്റ് ക്യാമ്പിനാണ് റൈസ്, നൈറ്റ് ക്യാമ്പിങ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റാണ് റൈസ്. അതെ, അശ്വത്തിൻ്റെയും ഫസ്റ്റാണ്. ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നോക്കാം. എൻ്റെ അമ്മോ മച്ചന്മാരെ, പ്രിപ്പയർ ആയിട്ടുണ്ടോ ഫുഡ്? വരുന്നിപ്പോൾ റൈസ്. അതിനാണ് നമ്മൾ നമ്മുടെ ബാഡ് വാട്ടർ സൈഡിൽ വെക്കുകയാണ്. ഇവിടെ റൈസ് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ 6 പേർക്ക്, മാക്സിമം 6 പേർക്ക്, പിന്നെ 5 പേർക്ക് കിടക്കാം. നമ്മൾ ഓൾറെഡി പുതപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുത്തുനിന്ന് വയ്ക്കാം. നമ്മളങ്ങനെ ഇപ്പോൾ ഫുഡ് റെഡിയാക്കാൻ പോവുക. മാഗി, ഇന്നത്തെ നൈറ്റ് ഫുഡ്. ഞാൻ ചോറും കഴിച്ചിട്ടില്ല റൈസ്. ഡയറക്റ്റായിട്ട് അങ്ങനെ മാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഓ ഗായ്സ് നോക്കൂ ഗായ്സ്, നമ്മുടെ മാഗി ഉണ്ട് റൈസ് ഇവിടെ. റൈസ് ഞാനാളിപ്പോൾ മാഗി റെഡിയാക്കാൻ പോവാണ്. റൈസ് കട്ടാക്കാൻ ഞാൻ വേണമെങ്കിൽ ഇത് ടൊമാറ്റോ ആണ് റൈസ്. നോക്കൂ, മനസ്സിലാകത്തില്ല ഗായ്സ്, ഇത് ടൊമാറ്റോ ആണ്. ഇതെന്ത് കേടായിട്ടുണ്ടോ? ഇല്ലല്ലോ, തിന്നാ പോരെ. അപ്പൊ കേടാല് ഇത് മാഗി നന്നാവൂല, അതുകൊണ്ടാ. നന്നാവും. മുളറ്റാണ് റൈസ്. ഇത് മുളറ്റ്. ഇപ്പൊ മുളറ്റ് കറും കൂടുന്നിട്ട് കഴിക്കാണ്. ആവില്ല ഇന്ന് ഗൈസ്, ഇന്നും ആവില്ല. അതിന് വേദനിക്കോ ടൊമാറ്റോ? മാനേജ്മെന്റിന്റെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ പഠിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഞാൻ പേടിച്ചതല്ലേ, പേടിപ്പിച്ചത് നിന്നലെ. അത് വന്നിട്ട് ഞാൻ കണ്ടല്ലോ വന്നിരിക്കുന്നത്. പിന്നെ എന്നെ അല്ല, അത് അങ്ങോട്ട് തെക്കോട്ട് നോക്കിയോണ്ടോ പറഞ്ഞത്. ഇതെന്ത് ചളിയാണോ റയിക്കുന്നത്? അതിൽ വെക്കാ പാത്രം. ഇനിടത്തത് ക്യാമറമാൻ ഓൾഡ് നമ്പർ 1 ബെസ്റ്റ് ക്യാമറമാൻ ഗോസ് ടു നിതേഷ് പഞ്ച.
അതിന് ആദ്യമായിട്ട് നമ്മൾ ടൊമാറ്റോയും പിന്നെ പച്ചമുളക് കട്ടാക്കിയത് ഇട്ടു റൈസ്. പ്രൊഫഷണൽ മാഗിയാണ് റൈസ് ഇത്. ഗായ്സ് ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല ഗായ്സ് മുമ്പ് ഒന്നും. ഇത് പറഞ്ഞിട്ട ആ ചീത്ത എന്നെ പറയില്ല. ഇല്ല, അത് ടൊമാറ്റോ ഫസ്റ്റ് ബോയിൽ ആവണമെന്ന് പറഞ്ഞിട്ട് ഇട്ടത്. കെട്ടണ കേട്ടോ. നമ്മളെ മാഗി റെഡി ആയിട്ടുണ്ട് റൈസ്. നോട്ട് റൈസ് നമ്മളിപ്പോൾ എനിച്ചതല്ലോ. ഇവിടെ ഫുള്ള് 5 ആൾക്കാർ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് കടന്നു റൈസ്. മഞ്ഞ് ഒടുക്കത്തെ മഞ്ഞ്. ഇത് നല്ല വ്യൂ പോയിന്റ് അല്ലേ, അടിപൊളി വ്യൂ പോയിന്റ്. ഇത് സുക്കൂർ, ഇതൊരു സുക്കൂറെ മടിക്കില്ല സുക്കൂറെ. ഹലോ റൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ക്യാമ്പിനോട് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് റൈസ്. അങ്ങനെ ഇന്നലത്തെ വിശേഷമൊന്നും പറയണ്ട, ഒരുപാട് കൊതുകോട്ട് അടിച്ചിട്ട് നമ്മൾ കിടന്ന് റൈസ് എന്നെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ആക്കി. പ്ലേസ് ഒട്ട് ഹൊറർ പ്ലേസ് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. പിന്നെ മാഗി അടിപൊളിയായിരുന്നു, പിന്നെ ക്യാമ്പിംഗ് റൂം പിന്നെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരു എഡിറ്റൊക്കെ സൗണ്ടൊക്കെ ആയിക്കൊണ്ടുണ്ടായി, അത് പക്ഷിൻ്റെട്ടായിരിക്കും, മേ ബി ഹൊററിൻ്റെ പ്രേത റോസ്റ്റിൻ്റെ തൊട്ടായിരിക്കും, അറിയില്ല റൈസ്. അങ്ങനെ നിങ്ങളും ആ പ്ലേസിലേക്ക് വരിക. ടാങ്കിൻ്റെ മുകളിലാണ് ആക്കിയത് ക്യാമ്പിങ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ഒരു പേടിയൊന്നും വന്നിട്ടില്ല. നമ്മുടെ ടാടിൻ്റെ ഉള്ളിലോട്ട് ചെയ്യുമ്പോൾ കുറച്ച് പേടി ഉണ്ടായേനെ, പക്ഷേ ടാങ്കിൻ്റെ മുകളിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല റൈസ്. ഓക്കെ റൈസ്. അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ ക്യാമറമാനായിട്ട് അശ്വിത് കുമാരിയുണ്ട്, അതേപോലെ തന്നെ എൻ്റെ ബ്രദേഴ്സ് ഉണ്ടായി. അവർ ഇപ്പോൾ 2 പേരുണ്ട്. അവർ മാംഗ്ലൂരിലേക്ക് പോയി റൈസ്, രാവിലെ തന്നെ പോയി, അവർക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക റൈസ്. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.